ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു മട്ടർ. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചീനച്ചട്ടിയിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം നെയ്യ് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 25 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായി മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി സവോളയും ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ നോർത്ത് ഇന്ത്യൻ രുചി നമുക്ക് കിട്ടില്ല. അവർ പ്രധാനമായിട്ടും റിഫൈൻഡ് ഓയിൽ, പിന്നെ കടുകെണ്ണയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ ബട്ടർ, അതൊക്കെയാണ് അവരുടെ ഇഷ്ടമുള്ള ഓയിലുകൾ. ഇനി നമുക്കതിന് ശേഷം സവോള മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, കസൂരി മേത്തി, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തിയും ജീരകപ്പൊടിയും അവിടുത്തെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് അവരുടെ കറികളിൽ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും എന്തായാലും നമ്മൾ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ ചേർത്ത് കൊടുക്കണം. ഇനി പൊടികളെല്ലാം നന്നായിട്ട് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, പുളിയുള്ള തൈര് ചേർക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും. ഒട്ടും പുളിയില്ലാത്ത, അതായത് നമ്മൾ തലേദിവസം ഒഴിച്ച് വയ്ക്കില്ലേ, അങ്ങനത്തെ തൈര് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല പഴുത്ത തക്കാളി 1 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി വഴന്ന് വരണം. അത് പെട്ടെന്ന് വഴന്ന് വരണമെങ്കിൽ മിക്സിയിൽ അരച്ച് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പീസാക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് നന്നായി വഴറ്റുക. നമ്മളിപ്പോൾ ആലു മട്ടർ ഉണ്ടാക്കണതിന് ആലുവും മട്ടറൊന്നും, അതായത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒന്നും നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളത് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കൂടുതൽ രുചി. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിലും ഗ്രീൻ പീസിലൊക്കെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ വേവിക്കാത്ത ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിക്കരുത്. ഞാനിപ്പോൾ ഇത് ഫ്രഷ് അല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം വേണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇനി വേവിക്കുക. കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസാണ് അധികം വേണ്ടത് കേട്ടോ. ആലു മട്ടർ എന്ന് പറഞ്ഞാലും കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കുറച്ചധികം ഗ്രീൻ പീസ് ചേർക്കുമ്പോഴാണ്. ഗ്രീൻ പീസിൻ്റെ ഫ്ലേവർ ഇഷ്ടം അത്ര ഇല്ലാത്തവർ മാത്രം ഉരുളക്കിഴങ്ങ് അധികം ചേർക്കുക. ഇനി ഈ മസാലകളൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ താമസം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും വേണം. പിന്നെ ഇത് കുറച്ചിങ്ങനെ ചാറായിട്ടുള്ളൊരു കറിയാണല്ലോ, അപ്പോൾ അതിന് കൂടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിത് കുക്കറിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളതുപോലെ ആദ്യം ഉരുളക്കിഴങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങ് പകുതി വേവാവുന്നതിന് ശേഷം നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ആ ഗ്രീൻ പീസ് പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഒരു വിസിലും 5 മിനിറ്റ് മതി. 5 മിനിറ്റിനുള്ളിൽ ഗ്രീൻ പീസ് വേവും. പിന്നെ ഗ്രീൻ പീസ് വെന്ത് ഉടയാൻ പാടില്ല, വേവണം, ആ പച്ചമണം പോകണം. പക്ഷേ ഉടയരുത്. ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലു മട്ടറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു വിസിലും 5 മിനിറ്റും കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനത് തുറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആലു മട്ടർ വേവായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല ജോലി. ഇപ്പം നമ്മളിത് വേവിച്ചിട്ടേ ഉള്ളൂ, മസാലകളൊക്കെ ചേർത്ത് വേവിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ ആലു മട്ടറിൽ കുറച്ചുകൂടെ ജോലി ബാക്കിയുണ്ട്. കാരണം അവിടുത്തെ പ്രധാനമായിട്ടാണ് അതുപോലെ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ കൂടി കുതിർത്തിട്ട് പാലിൽ ചേർത്ത് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ഒരു പാനിലേക്ക് ഈ കുക്കറിൽ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും മസാലകളെല്ലാം ചേർത്ത് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കാഷ്നട്ടാണ് ചേർക്കുന്നത്. 10 കാഷ്നട്ട്, 1/2 കപ്പ് പാലിൽ കുതിർത്ത് അരച്ചത്.
ചേർക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമ്മൾക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാഷ്നട്ടും പാലും കൂടി ചേർത്ത് അരച്ചത്, കുതിർത്ത കാഷ്നട്ടാട്ടോ, അരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നിങ്ങനെ തിളച്ച് വന്നാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇതിൽ ചാറൊക്കെ എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഒന്നിങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഈ കറി ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ആലു മട്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ഫ്ലേവറും ഇതിന് വളരെ നല്ലതാണ്, വളരെ ചേർന്ന് പോകുന്നതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആലു മട്ടർ എല്ലാവരും ട്രൈ ചെയ്ത്